ഹലോ മക്കളെ, +1 അക്കൗണ്ടൻസിയിലെ എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു തിയറി ഏരിയയാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ്. നോക്കാം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം എവറി ഇയർ. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും. എന്നാൽ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഡിക്ലൈൻസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം കഴിയുന്നതോറും ഡിപ്രീസിയേഷന്റെ വാല്യൂ എന്ത് ചെയ്യും മക്കളെ? കുറഞ്ഞു വരും. സെക്കൻഡ് വൺ, ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് എത്രയാണ്, വിച്ച് മീൻസ് വാങ്ങിയ വില എത്രയാണോ അതിന്റെ മുകളിലായിരിക്കും ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കണ്ടെത്താം. എന്നാൽ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്. അതായത് ഓരോ വർഷവും അസറ്റിന്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിന്റെ മുകളിലായിരിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. മൂന്നാമത്തേത്, ദ വാല്യൂ ഓഫ് അസറ്റ് ബിക്കം സീറോ. ഓക്കെ, അതായത് അസറ്റിന്റെ വാല്യൂ എന്താവാൻ ചാൻസ് ഉണ്ട്? സീറോ ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ. എന്നാൽ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൽ അസറ്റിന്റെ വാല്യൂ എന്താവില്ല? സീറോ ആവില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലി, ഇറ്റ്സ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ലോ. അതായത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ത് ചെയ്തിട്ടില്ല? ഇൻകം ടാക്സ് ലോ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. എന്നാൽ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കേസിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ലീസ്, കോപ്പിറൈറ്റ് തുടങ്ങിയിട്ടുള്ള വർക്കിംഗ് ലൈഫ് എൻഡ് ചെയ്യുന്ന അസറ്റുകൾ ഏതൊക്കെയാണോ അതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാം? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ പ്ലാന്റ്, മെഷീനറി തുടങ്ങിയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം? റിപ്പയർ ചെയ്ത് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾക്കൊക്കെ നമ്മൾ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. സോ മക്കളെ, ഇത്തരം ചാനൽസിനായി, ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.